തന്നെയാണ് ഈ ഘട്ടത്തിൽ നിന്നും പറയേണ്ടത്. ഇപ്പോൾ ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നു. ബിനോയ്, നാടകീയമായ സംഭവങ്ങളാണ് കേരള സർവകലാശാലയിൽ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെതിരെ SFIയുടെ പ്രതിഷേധമായിരുന്നു. പ്രതിഷേധ മാർച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതിനുശേഷം പോലീസിന്റെ വൻ സന്നാഹത്തെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് കയറുകയും അതുപോലെ സെനറ്റ് ഹാളിലേക്ക് പ്രവേശിക്കുകയും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്കടക്കം കടന്നിരുന്നു. ഇപ്പോൾ സർവകലാശാലയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുകയാണ്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന നടപടിക്കെതിരെയാണ് SFIയുടെ പ്രതിഷേധം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം 2 മണിക്കൂറായി കേരള സർവകലാശാല ആസ്ഥാനം പോലീസ് നോക്കി നിൽക്കെ SFI പ്രവർത്തകർ കയ്യേറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് കേരള സർവകലാശാല ആസ്ഥാനം സാക്ഷിയായി എന്ന് തന്നെ വ്യക്തമാകുന്ന തരത്തിലായിരുന്നു ഈ പ്രതിഷേധം. കാരണം ആദ്യഘട്ടത്തിൽ പ്രധാന കവാടത്തിന് മുന്നിലെത്തിയ SFI പ്രവർത്തകരെ കാര്യമായി പോലീസ് പ്രതിരോധിച്ചില്ല. അവിടെ ചെറുതായി ഒന്ന് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ അവിടെ നിന്ന് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് ചാടിക്കടന്ന് നേരെ കേരള സർവകലാശാല ആസ്ഥാനത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു. പിന്നീട് ഏകദേശം വൈസ് ചാൻസലറുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള പ്രധാന കവാടത്തിന്റെ ഇരുമ്പ് ഗേറ്റ് വരെ എത്തി SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഏകദേശം 1 മണിക്കൂറോളം സമയമാണ് അത്തരത്തിൽ സർവകലാശാലയുടെ വിവിധ സ്ഥലങ്ങളിൽ കേരള സർവകലാശാലയുടെ വിവിധ ഗേറ്റുകൾക്ക് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രതിരോധവും SFI പ്രവർത്തകർ തീർത്തത്. തൊട്ടു പിന്നാലെ പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു അറസ്റ്റ് നീക്കം നടത്തിയെങ്കിലും SFI പ്രവർത്തകർ വഴങ്ങാതിരുന്നതിനെ തുടർന്ന് കുറച്ച് വിദ്യാർത്ഥികളെ അവിടെ അറസ്റ്റ് ചെയ്തേക്ക്. പിന്നീട് SFI സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയെങ്കിലും അവരോടൊക്കെ തന്നെ പോലീസ് ഒരു സമവായത്തിൽ എത്താൻ ഒരു നീക്കം നടത്തി. എന്നാൽ ഒന്നും നടന്നില്ല. പിന്നീട് ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങിയപ്പോഴേക്കും അത് സർവകലാശാലയുടെ മുകളിലത്തെ നിലയിൽ താഴേക്ക് വരുന്ന പടവുകളിൽ ഇരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇപ്പോഴും സർവകലാശാലയ്ക്ക് പുറത്ത് പടിയിലിരുന്നു കൊണ്ട് പ്രവർത്തകർ വലിയ തരത്തിൽ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം വിദ്യാർത്ഥികളെല്ലാം തന്നെ കേരള സർവകലാശാല ആസ്ഥാനത്തിന്റെ അകത്തു നിന്നും, അതായത് ഓഫീസിനകത്ത് നിന്ന് പുറത്തെത്തി പ്രധാന കവാടത്തിന് മുന്നിൽ ആ പടവുകളിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന പോലും ഇത്രയധികം വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം തീർത്ത് പോലീസിന് ഒരു സമയത്ത് പോലും ഈ പ്രതിരോധത്തെ തകർക്കാനോ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിനെതിരെ നീങ്ങാനോ കഴിയാത്ത തരത്തിൽ ശക്തമായ പ്രതിഷേധം, പ്രത്യേകിച്ചും വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെതിരെ ഉണ്ടായ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെ ആണ് ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് നടന്നത്. കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്ക് മുന്നിലും ഇത്തരത്തിൽ, പ്രത്യേകിച്ച് കേരള സർവകലാശാല, ഗാന്ധി സർവകലാശാല, അതുകൂടാതെ കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ തന്നെ ഇത്തരത്തിൽ സർവകലാശാലകൾക്കുള്ളിലേക്ക് SFI പ്രവർത്തകർ കടന്നുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം, ആ പ്രതിഷേധം വളരെ ശക്തിയായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്കായിരുന്നു കേരള സർവകലാശാലയിൽ നടന്ന പ്രതിഷേധം. പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ വലിയ തരത്തിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ക്യാമ്പസിനകത്തേക്ക് കടക്കാൻ അവർക്ക് കഴിഞ്ഞു. ക്യാമ്പസിനകത്ത് കടക്കുക മാത്രമല്ല, വൈസ് ചാൻസലറുടെ ഓഫീസിന് തൊട്ടടുത്ത് വരെ പ്രതിഷേധക്കാരെ എത്തിയിരുന്നു. പ്രതിഷേധം ശക്തമാക്കി അവരെത്തിയിരുന്നു. ഇപ്പോൾ കേരള സർവകലാശാല കവാടത്തിന് പുറത്ത് വെളിയിൽ SFI പ്രവർത്തകർ ഇന്ന് പ്രതിഷേധിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെയധികം പ്രവർത്തകരാണ് അവിടെ ഉള്ളത്. ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ MP ഗോവിന്ദ മാസ്റ്റർ, അതായത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദ മാസ്റ്റർ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റൊരു തരത്തിലേക്കൊരു രാഷ്ട്രീയ ഇടപെടൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ കഴിയും. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം, ആ പ്രതിഷേധത്തിന് ഒടുവിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സംഘർഷത്തിന്റെ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചറിയുന്നു, പ്രശ്നങ്ങൾ, പരാതികൾ കേട്ട് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ ഉണ്ടായതെന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തന്നെയാണ് MP ഗോവിന്ദ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി അവിടെ എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ പ്രതിഷേധക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് പറഞ്ഞുവിടായിരിക്കും ലക്ഷ്യം. എന്തായാലും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനും ശക്തമായ പ്രതിഷേധത്തിനും വേദിയായി കേരള സർവകലാശാല മാറിക്കഴിഞ്ഞിരിക്കുന്നു.
ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി അവിടുത്തെ SFI പ്രവർത്തകരുമായി സംസാരിക്കുന്നതാണ്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, ഒരുപക്ഷെ ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ സമരം നടക്കുന്ന, ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തുള്ള അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സമരത്തിന്റെ ഒരു മുഖം തന്നെ മാറിയിരിക്കുന്നു, പ്രതിഷേധത്തിന്റെ ഒരു ശക്തി മാറിയിരിക്കുന്നു, പ്രതിരോധത്തിന്റെ ഒരു ശക്തി മാറിയിരിക്കുന്നു. നേരത്തെ ഗവർണർക്കും രാജ്ഭവനുമെതിരെയായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ വൈസ് ചാൻസലർമാർക്കെതിരെ തന്നെ ശക്തമായി പ്രതിഷേധിക്കുന്ന SFIയെ നമ്മൾ കാണുന്നു. കാരണം ഇത്രയും സമയം ഏകദേശം ഒരു 2 മണിക്കൂറോളം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രതിരോധവും തീർത്തുകൊണ്ട് SFI പ്രവർത്തകർ കേരള യൂണിവേഴ്സിറ്റിയുടെ അകത്ത് കോണിപ്പടിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഇരുന്ന് പ്രതിഷേധിച്ച് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹം ഒരു പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ SFIയുടെ പ്രതിഷേധം വളരെ ശക്തം. കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും, സംസ്ഥാനത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ സർവകലാശാലകൾക്കുള്ളിലേക്കും SFI പ്രവർത്തകർ കടന്നു കയറാൻ കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ രീതിയിൽ പോലും ഈ പ്രവർത്തകരെ തടയാൻ പോലും പോലീസ് ശ്രമിച്ചിരുന്നില്ല. പിന്നീട് പ്രവർത്തകർ വലിയ സംഘമായി വ്യത്യസ്തമായ അല്ലെങ്കിൽ കൂടുതൽ RSSന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ RSSന്റെ തിട്ടൂരം അതേവഴി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് വഴങ്ങുന്നില്ല എന്നൊരു സൂചനയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം എന്നാണ് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥലത്തെത്തി അദ്ദേഹം പ്രതിഷേധക്കാരെ കണ്ട് മടങ്ങിയിരിക്കുന്നു. ഇതൊരു സൂചന, അതായത് ഒരു കാരണവശാലും ചാൻസലർക്കും വൈസ് ചാൻസലർക്കും ഒന്നും തന്നെ RSSന്റെ തിട്ടൂരം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വഴങ്ങില്ലെന്ന്, അല്ലെങ്കിൽ RSSന്റെ നടപടിക്ക് വഴങ്ങില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതാണ് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും സ്ഥലത്തുണ്ട്. അദ്ദേഹം അവിടെ എത്തി വിദ്യാർത്ഥികളെ കണ്ടു, സമരം നടത്തുന്നവരെ കണ്ടു. ഒരു വാക്കിൽ മാത്രം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒതുക്കിയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. എന്തായാലും വലിയ തരത്തിൽ കേരള സർവകലാശാല ആസ്ഥാനം ഇന്ന് വരെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധത്തിലേക്കും പ്രതിരോധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി SFIയുടെ ഒരു പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് അത് വലിയ ശ്രദ്ധേയമായ കാര്യമാണ്, എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം പാർട്ടി നേതാക്കന്മാർ, SFIയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ നമുക്ക് കാണാൻ കഴിഞ്ഞ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെയാണ് അവർ സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോകുകയാണെന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ആ സമരം ശക്തിയായിട്ട് ഇനിയും തുടരും. ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതല്ല, സമരം ഇനിയും തുടരും. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോ വൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം. തോന്നിയ പോലെ എന്ത് തോന്നിയാസം കളിച്ചാലും അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനെ വഴങ്ങി കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തുടരണമെന്നാണോ ഈ രീതി തന്നെയാണോ ചെയ്യുന്നത് RSSന്റെ? പിന്നെന്താ സംശയം? പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. പൂർണ്ണ പിന്തുണ. ബിനോയ്, ഈ ഒരു CPIM സംസ്ഥാന സെക്രട്ടറി അടക്കം നേരിലെത്തി പ്രവർത്തകരെ കണ്ട് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ്. ഈ ഒരു സമരത്തിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തി ഈ ഒരു സമരം ചെയ്യുന്ന പ്രവർത്തകരെ നേരിൽ കണ്ട് പിന്തുണ അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ ഒരു കേരള സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കേരള സർവകലാശാലയിൽ സംഘർഷം നടന്ന SFI പ്രതിഷേധക്കാരെ നേരിൽ കണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV മാസ്റ്റർ സമരത്തിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നടക്കമുള്ള പാർട്ടിയുടെ പിന്തുണയാണ് പ്രവർത്തകർക്ക്
എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയിരിക്കുന്നത്. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഈ ഒരു സമരത്തിനുണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു സംസ്ഥാന സെക്രട്ടറി നേരിൽ എത്തി പ്രവർത്തകർക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ടി ബിനോയ് ഉണ്ട് നമ്മളോടൊപ്പം. ബിനോയ്, കൂടുതൽ വിശദാംശങ്ങൾ. സംസ്ഥാന സെക്രട്ടറി തന്നെ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു, എന്നിട്ട് പിന്തുണ അറിയിക്കുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യം RSSന്റെ തെട്ടൂരം കേരളത്തിൽ നടപ്പാവില്ല, അത് നടപ്പിലാക്കാനാണ് ചാൻസലറും വൈസ് ചാൻസലറും ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ് ഇന്നിവിടെ കണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് വേദിയായി